വയനാട്ടിൽ നിന്നും വീണ്ടും 100-ലധികം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയതിന് പിന്നാലെ തങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ ബിജെപി പ്രവർത്തകർ പണവും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തെന്ന് സ്ഥിരീകരിച്ച് മടക്കിമല ആദിവാസി കോളനിയിലെ വോട്ടർ. സംഭവസ്ഥലത്ത് നിന്നും KR അനൂപ് കൂടി ചേരുന്നു തത്സമയം. അനൂപ്, കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പണവും ഭക്ഷ്യക്കിറ്റുകളും പ്രവർത്തകർ വിതരണം ചെയ്യാനായി വെച്ച ഭക്ഷ്യക്കിറ്റുകളാണ് കഴിഞ്ഞ ദിവസവും ഇന്നും പോലീസ് പിടികൂടിയത്. ഇത്തരം ഭക്ഷ്യക്കിറ്റുകൾ കോളനികൾ എത്തിച്ചു. അത് വോട്ടർമാർക്ക് നേരിട്ട് നൽകി എന്നുള്ള സ്ഥിരീകരണമാണോ അവിടെയുള്ള വോട്ടർമാർ നൽകുന്നത്? എന്താണ് സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നത്? വിനിഷ, തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും ചട്ടങ്ങളും നിയമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയാണ് കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്ന BJP പ്രവർത്തകർ ഭക്ഷ്യവിതരണ കിറ്റുകൾ, പലവ്യഞ്ജന കിറ്റുകളെല്ലാം വിവിധ ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ 10,000-ഓളം കിറ്റുകളാണ് പോലീസ് പിടികൂടിയത്. ഇന്നും അത് തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകളും മറ്റും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അല്പസമയം മുൻപാണ് തെക്കുംതറയിലെ ഒരു പ്രധാനപ്പെട്ട BJP പ്രവർത്തന വീട്ടിൽ നിന്ന് 100 കണക്കിന് കിറ്റുകൾ ഇപ്പോൾ പിടികൂടിയത്. പോലീസ് അതിന്റെ മഹസർ തയ്യാറാക്കുന്നതും മറ്റുമായിട്ടുള്ള നടപടികളിലാണ്. ഏതായാലും ഫ്ലൈയിങ് സ്ക്വാഡിന് ഈ കിറ്റുകൾ കൈമാറാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഏതായാലും ഈ കാര്യങ്ങൾ വോട്ടർമാർ സ്ഥിരീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി വയനാട്ടിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മടക്കിമല പാലൂർ മഠം ആദിവാസി കോളനി പരിസരത്താണ്. ഇവിടെയുള്ള ആളുകൾ തന്നെ ഇക്കാര്യത്തിൽ നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് ഈ കോളനിയിലെ വോട്ടറായ വെള്ളേട്ടനാണ്. വെള്ളേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം, ആരാണ് ഈ കിറ്റുകൾ കൊണ്ടുവന്നത്? കിറ്റുകൾ മറ്റേ ജോണേട്ടൻ, പിന്നെ സുരേഷ്, പിന്നെ കുറച്ച് 3-4 ആൾ വേറെ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല. BJP-കാരാണോ? BJP-കാരാണ്. എന്ത് പറഞ്ഞിട്ടാണ് അവർ ഇത് കൊണ്ടുവന്നത്? അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം കിറ്റ് വിതരണം ചെയ്ത്. ഇവിടെ എത്ര വീടുകളുണ്ട്? ഇവിടെ 7 വീട് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവർക്കും കിറ്റുകൾ? എല്ലാവരും കൊടുത്തേന്. എന്തൊക്കെയാ അവർ വന്നിട്ട് പറയണേ? പറഞ്ഞ അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഈ പണം നൽകുന്നുണ്ടോ? പണം ഒരു 15 രൂപ പൈസ ഉണ്ട്. പൈസ തന്നോ? എത്ര രൂപ? അത് 200 രൂപ. എല്ലാവർക്കും കൊടുക്കും? എല്ലാവർക്കും ഒന്നുമില്ല, അതെനിക്ക് മാത്രം തന്നെ. ഇവിടെയുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളെ കണ്ടില്ല, അറിയില്ല. എപ്പോഴാണ് അവർ വന്നേ? ഇന്നലെ ഒരു 3-3:30 മണി സമയത്ത്. അവർ 5-6 പേരുണ്ടായിരുന്നു. ഈ കെ സുരേന്ദ്രന്റെ ഈ ഇതൊക്കെ ഉണ്ടോ, അവരുടെ വോട്ട് കുറിപ്പുകൾ വന്നു? അവരെ സുരേന്ദ്രകുമാറിന്റെ പിന്നെ ആൾക്കാരാണ് വന്നത്, പിന്നെ വേറെ ആരും. കെ സുരേന്ദ്രന്റെ അവരുടെ പോസ്റ്ററുകളോ അങ്ങനത്തെ നോട്ടീസുകളൊക്കെ തന്നു? അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരും തന്നേന്. പണം ഇവര് കിറ്റ് തരാനായിട്ട് വന്നതാണ്. കിറ്റ് തന്നിട്ട് എല്ലാവരും അവർ പോവുകയും ചെയ്തു. പിന്നെ എന്തൊക്കെ വേറെ മറ്റു വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നൽകിയോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ഇല്ല, കിറ്റ് തന്നു, വോട്ട് ചെയ്യാന്ന് പറഞ്ഞു അവർ പോയി. ഇപ്പം വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല ഇതിനകം തന്നെ? അതില്ല, അത് നമ്മൾ ചെയ്യുന്ന പാർട്ടിക്ക് അല്ലാണ്ട് നമ്മൾ വോട്ട് കൊടുക്കില്ല. നിങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളിലൊന്നും നിങ്ങൾ വീഴില്ല? അത് ഞാൻ ചെയ്യില്ല. അതിനൊന്നും നമ്മൾ നിങ്ങളോട് അവർ പറഞ്ഞോ എങ്ങനെ? ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ, മേപ്പടിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ കിറ്റൊക്കെ കൊടുത്തത് ഞാൻ അറിയുന്നില്ല. അമ്മ വന്നപ്പോൾ പറഞ്ഞു കിറ്റൊക്കെ ഉണ്ട് ഇവിടെ, ജോണേട്ടനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവായി. പിന്നെ അങ്ങനത്തെ കിറ്റൊന്നും വേണ്ടെന്ന് ഞാനും പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ മേപ്പാടിയൊക്കെ ഇങ്ങനെ BJP തരുന്നുണ്ടോ? അവിടെ അങ്ങനത്തെ ആളെ കയറൂല. അവിടെ ഇല്ല, ഇതാ മാർക്കറ്റുകാർ അവിടെ ഉള്ളത്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും കൊടുത്തു. അവിടെ അങ്ങനെ കയറാൻ വിടില്ല. ഇവിടെ വന്നോണ്ട് പച്ചവളം പറഞ്ഞു. ഞാൻ അറിയുന്നില്ല, അമ്മ വാങ്ങി വെച്ചതാ, ഞാൻ അറിയുന്നില്ല. ഇതാണ് വിനിഷ ഇവിടെ നിന്നുള്ളൊരു കാര്യം പറയാനുള്ളത്. ഇവിടെ വന്ന് ഇവർ ഈ വീട്ടിലേക്ക് കിറ്റുകൾ കൊണ്ടുവച്ച് BJP സ്ഥാനാർത്ഥിക്ക് കെ സുരേന്ദ്രന് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടവർ മടങ്ങുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളൊന്നും ഇവർ വീഴുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനമുള്ളവർ തന്നെയാണ് എന്നാണ് വെള്ളേട്ടൻ്റെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും BJP അധ്യക്ഷൻ കുറച്ചു നേരത്തെ പറഞ്ഞത് ഇത് ചില ഭക്തന്മാർ ചില ക്ഷേത്രങ്ങളിലേക്കും മറ്റും കാണിക്കായി അല്ലെങ്കിൽ ആ വിധത്തിൽ സംഭാവന ചെയ്ത
കിറ്റുകളാണ്. അത് BJPയുടെ മേൽ ആരോപിക്കുന്നത് LDFും UDFും ചെയ്യുന്നതുമെല്ലാം തെറ്റാണ്. ആ ആരോപണങ്ങളെല്ലാം അദ്ദേഹം വലിയ ഒരു വിമർശിക്കുക നിലപാട് കൂടി ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അല്പസമയം മുൻപ് കെ സുരേന്ദ്രൻ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തപ്പോൾ ഏതായാലും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. കൃത്യമായ ചട്ടലംഘനം, നിയമവിരുദ്ധമായ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന, അതിന് വില പോലും കൊടുക്കാത്തൊരു സമീപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന വിധത്തിൽ നമുക്കതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും BJP പ്രവർത്തകർ ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ എത്തി കിറ്റുകൾ വിതരണം ചെയ്യുന്നു എന്നാണ് നമുക്ക് വോട്ടർമാരുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.